പാലക്കാടെത്തി. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ച. പാലക്കാടെത്തിയ മോദി കോട്ടമൈതാനത്തെ NDA തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിലാണ് ആദ്യം പങ്കെടുത്തത്. തുടർന്ന് തൃശൂരിലേക്ക് പോകും. വൈകിട്ട് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കും. അതേസമയം പൊതുസമ്മേളനം നടക്കുന്ന പാലക്കാട് കോട്ടമൈതാനത്തെ വേദിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി. വേദിയിലെ ആംപ്ലിഫയറിൽ നിന്ന് പുകയുയർന്നു. ഉടൻ ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിച്ചു. ഓവർലോഡാണ് പുകയുയരാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെഞ്ഞാറമൂട്ടിൽ KSRTC AC സ്ലീപ്പർ ബസ്സിന് തീപിടിച്ചു. പറശ്ശിനിക്കടവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബസിന്റെ മുൻഭാഗത്തു നിന്നാണ് ആദ്യം പുക ഉയർന്നത്. പുക പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ വണ്ടി റോഡരികിൽ ഒതുക്കി നിർത്തുകയും യാത്രക്കാരുടെ വേഗത്തിൽ പുറത്തിറങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അഗ്നിശമന സേന എത്തുന്നതിന് മുമ്പ് തന്നെ സമീപത്തെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ പടരുന്നത് തടയാൻ ശ്രമിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ആളുകളെ തേടി പരസ്യം വന്നതായി ആക്ഷേപം. തിരുവനന്തപുരത്ത് തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ആപ്പിലാണ് മെസ്സേജ് എത്തിയത് എന്നാണ് വിവരം. വൈകിട്ട് വട്ടിയൂർക്കാവിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ 20 പേരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 511 രൂപയും ഭക്ഷണവും വാഗ്ദാനം ചെയ്തുള്ള പരസ്യമാണ് വന്നത്. സംഭവം വിവാദമായതിനു പിന്നാലെ ഈ പരസ്യം നീക്കം ചെയ്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അവിഗ്ധ മേഖലയിലുള്ള തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഹൈറീം എന്ന ആപ്ലിക്കേഷൻ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ആപ്പിന് കീഴിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇന്നലെ രാത്രി 12 മണിയോടെ കോൺഗ്രസിന്റെ റാലിയിലേക്ക് ആളെ തേടിയുള്ള പരസ്യം വന്നതെന്നാണ് ആക്ഷേപം. ഇന്ന് നടക്കുന്ന പരിപാടിയിലേക്ക് ആളെ തേടിയാണ് പരസ്യം. കോൺഗ്രസ് റാലിയാണ് എന്ന സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിയമസഭയിലെത്തിയാൽ തന്നെ സിനിമയിൽ കാണില്ലെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. താൻ മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനാകുമെന്നും പിഷാരടി പറഞ്ഞു. എന്റെ ശബ്ദം ആദ്യമായി ഉയർന്നത് പാലക്കാടാണ്. നിയമസഭയിലും എന്റെ ശബ്ദം ഉയരണം. അതിനായുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. രാഷ്ട്രീയം എന്നത് മനുഷ്യരുമായി ഇടപെടുന്നതും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതുമാണ്. കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് കടന്നാക്രമിക്കുന്നതും ഒച്ചയെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്ന ആളല്ല, പ്രവർത്തിക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും പാലക്കാട് നഗരസഭാ കൗൺസിലർക്കെതിരായ പീഡന കേസും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും നോക്കിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും മണ്ഡലത്തിൽ വലിയ വിജയം നേടുമെന്നും പിഷാരടി പറഞ്ഞു. SDPI LDF ഡീൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി അത്തരം കാര്യം SDPI ആൾക്കാരോട് തന്നെ പോയി ചോദിക്കണമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയാണെന്ന് പറഞ്ഞു. SDPI വോട്ടുകളെ സംബന്ധിച്ച് പാർട്ടി നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമാണല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു അസഹിഷ്ണുത. മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയുമായാണ് വന്നിരിക്കുന്നതെന്നും അത് മാറ്റിവെക്കണമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊതുവേദിയിലെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. തന്റെ പെരുമാറ്റം ശരിയാണോ അല്ലയോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തിയാൽ മതി. പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു നിറക്കേണ്ട കാര്യം എനിക്കില്ല. താൻ ഇന്നലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല എന്നും തുടർഭരണം ഗിമ്മിക്ക് നടത്തി കിട്ടിയതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.